ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടറൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ജഗ്ഗാണ്. ഒരു തേങ്ങ ചിരട്ട കൊണ്ടുള്ള ഒരു ചെറിയൊരു ജഗ്ഗ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. നല്ല മനോഹരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് ഇത്തരം നാളികേരമാണ് നമ്മൾ എടുത്തത്. അതൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതും കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മേൽഭാഗം അടർത്തി എടുത്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വേറെ ആക്കി എടുക്കുന്നുണ്ട്. കത്തി വെച്ചിട്ടാണ് നമ്മളിതൊക്കെ പുറത്തെടുക്കുന്നത്. പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗം എല്ലാം നമ്മളൊന്ന് പേപ്പറിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിന് വേണ്ട വേറൊരു പീസ് ചിരട്ടയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനൊരു പീസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മുകളിലേക്കുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. സാൻഡർ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ പേപ്പർ ഇട്ടെടുക്കുന്നത്. കട്ട് ചെയ്ത പീസ് നമ്മൾ പേപ്പർ ഇട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗം നമ്മളൊന്ന് റൗണ്ട് ഒന്ന് ആദ്യം വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡർ ചെയ്തിട്ട് ഇനി അതിൻ്റെ മേൽഭാഗം എങ്ങനെ ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് നമ്മൾ വരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. നമ്മൾ ഇതുപോലെ ഒരു പീസാണ് മുകളിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗവും നമ്മളൊന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളതാണ്. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന്
ആ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിക്ക് പ്രസ്സായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് നമ്മളൊന്ന് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒട്ടിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇടുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പേപ്പർ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 80ൻ്റെ പേപ്പർ, 100ൻ്റെ പേപ്പർ, 120ൻ്റെ പേപ്പറും പിന്നെ 350ൻ്റെ പേപ്പറുമാണ് ഇതിൽ ഇടുന്നത്. ഇനി നമ്മൾ ആ പീസുകളൊക്കെ ഒന്ന് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ആദ്യം മുകൾഭാഗത്തെ പീസ് ഒട്ടിച്ച് എടുത്തിട്ട് നമ്മൾ താഴെ ഒട്ടിക്കുന്നുള്ളൂ. അതിൻ്റെ ചെരിവൊക്കെ ഉണ്ടെങ്കിൽ താഴെ അഡ്ജസ്റ്റ് ചെയ്യാനാണത്. എന്നിട്ട് ഈ ഫ്ലക്സിക്കും ചിരട്ടപ്പൊടിയും തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഒട്ടിച്ചെടുക്കാൻ. അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉൾഭാഗങ്ങളിലും പുറം ഭാഗങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഇത് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ പേപ്പർ ചെയ്തെടുക്കും. താഴെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ചെരിവൊന്നും ഇല്ലാത്ത രീതിയിൽ മാർക്ക് ചെയ്തിട്ട് അതങ്ങനെ വെച്ച് ആ താഴെ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഇതുപോലെ നല്ല ഭംഗി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിഭാഗങ്ങളിലും എല്ലായിടത്തും ശരിക്ക് പൊടി ഇട്ടാൽ മതി. അന്നേരം നല്ല ക്ലിയറായിട്ട് അത് ഒട്ടി കിട്ടും. ഇനി അതിൻ്റെ ടോപ്പ് ഭാഗത്ത് വെക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് വരുന്ന രീതിയിൽ ഒക്കെ ഒന്ന് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. ശരിക്ക് പ്രസ്സായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ ഇതുപോലെ 2 പീസ് എടുത്ത് ഒട്ടിച്ചെടുത്തിട്ട് ഉള്ളിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് നല്ല പ്രസ്സാക്കി എടുത്തിട്ട് നമ്മൾ അതിലൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ട് അതിനെ പിടിക്കാനുള്ളൊരു ഭാഗമായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളിലും ഒന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കും. എന്നിട്ട് അത് ചെറുതായിരിക്കുമ്പോൾ ഗ്രൈൻഡറിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അത് എമരി പേപ്പർ വെച്ചിട്ട് പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇട്ടിട്ട് ഇനി അത് കറക്റ്റ് ചെരിവൊന്നും വരാത്ത രീതിയിൽ ഇവിടെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് സൈഡ് ഭാഗം എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനെ ഒരു പിടി വെക്കണം. ഇത് പിടിക്കാനും വേണ്ടിയിട്ടുള്ള അതിനിങ്ങനെ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അത് ആ ജഗ്ഗിൽ വെച്ച് പിടിപ്പിക്കുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള പിടിയായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. മേൽഭാഗത്ത് ഒട്ടിക്കാനുള്ള പീസും കറക്റ്റ് വെച്ച് നോക്കിയിട്ട് ചെരിവൊന്നും വരാത്ത രീതിയിൽ അതും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
എന്നിട്ട് എല്ലായിടത്തും നല്ല രീതിക്ക് ഒട്ടിയെടുക്കുന്ന രീതിയിൽ അത് ശരിക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചെരിവ് എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഗ്രൈൻഡറിലൊന്ന് പിടിച്ചിട്ട് ലെവലാക്കി എടുക്കുക. ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ്. കുറച്ച് സമയം പേപ്പർ ഇടാൻ എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. 100 രൂപേൻ്റെ പേപ്പറും 300 രൂപേൻ്റെ പേപ്പർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് നല്ല ഭംഗിക്ക് കിട്ടും. നല്ലൊരു അടിപൊളി സംഭവമായിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് തേച്ചെടുക്കുമ്പോൾ തന്നെ കിട്ടും. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടെ നമ്മൾ തേച്ചെടുക്കും. നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉള്ളിലാക്കുന്നില്ല, ഈ വായഭാഗത്ത് മാത്രമേ ആക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുന്നത്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഒന്നുകൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ വാർണിഷ് സ്ലീക്ക് അടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ മോഡൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് ഫൈനൽ ലുക്കാണ്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.